ഹലോ, ഇന്നൊരു കടുമാങ്ങ അച്ചാർ അല്ലെങ്കിൽ മാംഗോ പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ വന്നപ്പം. ശരിക്കും വിളഞ്ഞിട്ടില്ല, ശരിക്ക് വിളഞ്ഞതിനെക്കാളും നല്ലത് ശരിക്കും എളുപ്പമായിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് വേണം. നമ്മൾ കടുമാങ്ങ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെറുതായിട്ട് അരിയണ്ടേ, അതിനുണ്ടാകും ഞാൻ അരിയുന്നുണ്ട്. ഇതിപ്പം അതിൻ്റെ കുരു എടുക്കാതെ തന്നെ കട്ടിയെടുക്കാൻ പ്രിയ പറയുന്ന കുരു എടുക്കാൻ പറയുക. ഞാൻ പറഞ്ഞ കുരുവൊന്നും വേണ്ട. കുരു എടുത്തു കഴിഞ്ഞാൽ ഇവർ സാധാരണയൊക്കെ കുരുവൊക്കെ ഇടുമെന്നാണ് പറയുന്നത്. മുഴുവനായിട്ട് മാങ്ങ കട്ട് ചെയ്യാൻ അകത്തൊന്നും കളയത്തില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണം, ചെറിയതല്ല, ഒരുമാതിരി വലിയ കഷ്ണമായിട്ട് എടുക്കുന്നത്. അതിനകത്ത് കണ്ടിട്ടില്ല, എത്രയും വലിയ കഷ്ണമാക്കണം. എനിക്കതൊരു 3-4 കിലോ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന്. അതിനകത്തൊരു 1 കിലോ തന്നെ എടുത്ത് പ്രിയ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇടാൻ വേണ്ടി അച്ചാർ. ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ അത് ഭയങ്കര ഫേമസ് ആ അച്ചാർ. അപ്പോൾ ശരിക്കും അച്ചാർ പൊടിയിട്ടുണ്ടാക്കാനാണ് തീരുമാനിക്കുന്നത്. അച്ചാർ പൊടിയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിനുവേണ്ടി ഇത് ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ അതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ട റീൽ ട്രൈ ചെയ്ത് നോക്കിയത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആപ്പിളിലും വാട്ടർ മെലണിലൊക്കെയാണ് ട്രൈ ചെയ്തത്. ഞാൻ മാങ്ങയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷേ അത് മിക്കവാറും ഫെയിലാകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഒരു സൈഡ് കൂടുതൽ മുറിഞ്ഞങ്ങ് പോയി. ഇതെല്ലാം ഇങ്ങനെ 4-5 പ്രാവശ്യം ഇങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്ത് 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മേലോട്ടായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്രാഫ്റ്റ് പോലെ ഇരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഞാൻ മാംഗോ ചെയ്ത് കുളമായി. ഇത് മാംഗോ ചെയ്ത് ഫെയിലായിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഞാൻ നോക്കട്ടെ. പക്ഷേ അത് മേലോട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് വന്നു, സെക്കൻഡ് കട്ട് ചെയ്ത് അത് പകുതി എവിടെയോ അത് തട്ടി വരുന്നില്ല, മേലോട്ട് വരുന്നില്ലത്. എന്തുവായാലും ഫെയിലായി. അവസാനം ക്യാമറ കയ്യിൽ നിന്ന് പോയി. ക്യാമറ തെന്നി മാറും മിക്കവാറും ഇപ്പോൾ അത് കുളമായി. അത് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരുമാതിരിയൊക്കെ ഒരു 50% ശരിയായിരുന്നു. ക്യാമറ കയ്യിൽ നിന്ന് തെന്നിപ്പോയി. അതുകൊണ്ട് ആ ക്യാമറ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് കഷ്ണത്തിൽ ഞങ്ങൾ മഞ്ഞപ്പൊടി ഇട്ടു, ശകലം ഉപ്പിട്ടു. ഉപ്പ് ഒത്തിരി ഇടണ്ട മാങ്ങ അച്ചാറിനകത്ത്, പക്ഷെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് കൈകൊണ്ട് ഇളക്കി എല്ലായിടത്തും അത് എത്തുന്ന രീതിയിൽ അത് മുഴുവൻ അത് തിരുമ്മി വെക്കണം. ശരിക്കും തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പിക്കിൾ അച്ചാറാണ്. ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് പിക്കിൾ അച്ചാർ. നമുക്കത് മുറിച്ച് ഇടാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണക്കണമെന്നാണ് പറഞ്ഞത്. ശരി, അതൊന്ന് ഉണക്കി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വെയിലൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളത് പിക്കിൾ അച്ചാറിൻ്റെ പൊടിയും പ്രിയത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. അതിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഒറ്റയടി ഇടാമെന്ന് വിചാരിച്ചത് മുഴുവൻ അങ്ങ് ഉടഞ്ഞിട്ടു. അത് കഴിഞ്ഞ് ശരിക്കും അത് തിരുമ്മി ഒന്ന് പിടിപ്പിക്കണം എല്ലായിടത്തും. അതിനകത്ത് കുറച്ച് പോലും ബാക്കിയില്ല, എല്ലാം അതിനകത്ത് കുടഞ്ഞിട്ടിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ കടുമാങ്ങ ഇടാൻ വേണ്ടിയുള്ള അരിഞ്ഞ് വെച്ച് കാണിച്ചത് നിങ്ങളെ. അത് കഴിഞ്ഞ് പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടാക്കിയിട്ട് വേണം അതിനകത്ത് ഒഴിക്കാൻ. ഇത് വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ ശരിക്കും എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ഈ മാങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ഈ പിക്കിളിൻ്റെ പൗഡർ ഇട്ട് ഇത് വെച്ചില്ല, റെഡിയാക്കി വെച്ചതിനകത്തോട്ട് ഈ എണ്ണ ചൂടാക്കി ഒഴിച്ചാൽ മതി. ഒഴിച്ച് കഴിയുമ്പോൾ അത് റെഡിയാവും. ഇപ്പോൾ അത് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് കുറച്ച് നേരം വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ചൂടായ എണ്ണ അതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കുകയാണ് അതിനകത്തോട്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ സ്പൂൺ വെച്ച് നമുക്കത് ഇളക്കണം. സ്പൂൺ വെച്ച് നല്ലിട്ട് ഇളക്കി എല്ലായിടത്തും അത് ആയമെന്ന് നോക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഉപ്പ് ഒത്തിരി ഇടുന്നതിനെക്കാട്ടും നല്ലത് ഉപ്പിടായിരിക്കും. നമുക്കിത് കുറച്ചേരം ഇങ്ങനെ വെക്കാം. ആക്ച്വലി ഇത് വെയിലത്ത് വെക്കണം എന്ന് പറയുന്നത്. വെയിലില്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ എടുത്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ കേരള സ്റ്റൈലുള്ള പിന്നെ എന്താണ് പറയുന്നത്, ഇടയ്ക്ക് ഹിന്ദിയൊക്കെ കയറി വരും, കടുമാങ്ങ ഇടാനുള്ള ശരിയായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിനകത്ത് കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ അത് തിരുമ്മി എടുക്കാം. അത് കഴിഞ്ഞ് ശരിക്കും നമുക്കത് സ്പൂൺ വെച്ച് ഇതെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് കടുക് ഇടാം. കടുക് നല്ലതായിട്ട് വേണം ഇതിന് കേട്ടോ. കടുക് വേണം, കുറച്ച് കറിവേപ്പില വേണം. കറിവേപ്പില ഇടാം. കറിവേപ്പില പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് ശകലം മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി എപ്പോഴും വായി വരുന്നത്. ശരിക്കും മഞ്ഞപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ശരീരത്തിന് വേണം. വെളുത്തുള്ളി പ്രിയ വന്നു ഇടിച്ചോ ചതച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടാമെന്ന് പറഞ്ഞു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പിക്കിൾ പൗഡർ, ഇത് ബ്രഹ്മാസിൻ്റെ പിക്കിൾ പൗഡറാണ്, മലയാളി കടന്ന് മേടിച്ചാണ്.
ആഴക്കടന്ന് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിക്കിൾ പൗഡർ മുഴുവനിട്ടു. പിക്കിൾ പൗഡർ മുഴുവനിട്ട് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മൂത്ത് വരുന്ന വരെ ഇളക്കണം. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത ചെറിയ മാങ്ങ അരിഞ്ഞ് വെച്ചിരുന്നത് അതിനകത്ത് മിക്സ് ചെയ്യും. ഇതിന് പുറകെ കുറച്ച് പാട്ട് കേൾക്കാം. അത് പിള്ളേർ ഒന്ന് പാടിക്കൊണ്ടിരുന്ന വിളിക്കുക. ഞാൻ ബെഡ്റൂമിൽ ഇരുന്ന ഇതിൻ്റെ ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തോട്ട് മാറ്റാം. വേറൊരു പാത്രത്തോട്ട് മാറ്റി ആക്ച്വലി ചെറിയ പാനിനകത്ത് സാധനമില്ല, അത് മിക്സ് ചെയ്യുമ്പോൾ വെളിയിലോട്ട് പോയിരുന്നു. വേറെ കുറച്ച് നമ്മൾ ചൂടാക്കിയ എണ്ണയോടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വിനെഗർ ഒഴിക്കാം. വിനെഗർ കുറച്ച് ഒഴിച്ചാൽ മതി. വിനെഗർ വലിയ ചെറിയ പാക്കറ്റ് കിട്ടിയില്ല, വലിയ ഡബ്ബായി കിട്ടി. അത് വെച്ച് അഴുക്കായി നേരത്തെ അതിൻ്റെ വിനെഗർ അതുപോലെ അഴുക്കായപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.